ദിവസവും ഓരോ സുന്ദരമായ നിമിഷങ്ങളാണ്. ഓരോ ദിവസവും നമുക്ക് സുന്ദരമായ നിമിഷങ്ങളായിരിക്കണം. ഓരോ ദിവസവും തുടങ്ങുന്നതും ഓരോ ദിവസവും തീരുന്നതും സുന്ദരമായ നിമിഷങ്ങളിലൂടെ ആയിരിക്കും. അതിനെന്ത് വേണം? ഓരോ ദിവസവും സുന്ദരമായ അറിയാത്ത അറിവുകൾ നേടണം. മനുഷ്യന്റെ ഏറ്റവും വലിയ ആത്മാവിഷ്കാരം എന്ന് പറയുന്നത് അതാണ്. കോടിക്കണക്കിന് രൂപ നിങ്ങൾ സമ്പാദിച്ചാലും നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം, ഭൗതികമായ ആഗ്രഹങ്ങൾ, കാറ്, വാഹനങ്ങൾ, വീട് എല്ലാം സ്വന്തമാക്കിയാലും അത്തരം ഒരു അറിവിലേക്ക്, ഒരു അവബോധത്തിലേക്ക്, ഒരു ബോധത്തിലേക്ക് നിങ്ങൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിരർത്ഥകമായിരിക്കും ഈ ജീവിതം. എല്ലാം നേടിയതിനു ശേഷവും ഒരു ശൂന്യത അനുഭവപ്പെടും. ആ ശൂന്യതയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വലിയ വലിയ പൈസയുള്ള ആളുകൾ ചിലപ്പോൾ വലിയ ചാരിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവര് ഫെയിം ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ആ ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇത് വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ മുടങ്ങാതെ ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒത്തിരി പേര് അതിനു വേണ്ടി എത്രയോ റിസ്ക് എടുത്ത് രാവിലെ തന്നെ ഇത് അറ്റൻഡ് ചെയ്യുന്നത് എനിക്കറിയാം. എന്ന് വെച്ച് ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ മിസ്സായി പോകും. പക്ഷെ ഇതൊരു റെഗുലർ ലൈഫിന്റെ ഭാഗമാക്കുക. ഇത് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. നമ്മുടെ ഈ പ്രോസസ്സ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഇനിയും വ്യക്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യണം. ചോദിക്കാതെ ഞാൻ ഒരിക്കലും പറയൂല. നിങ്ങൾ വീണ്ടും 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 ചോദിക്കണം. ചോദിച്ചാൽ മാത്രമേ ഉത്തരം കിട്ടൂ. ഒരു സംശയത്തോടു കൂടി ഇരുന്ന് എന്തെങ്കിലും ഒരു സംശയം, ഏതെങ്കിലും ഒരു ചെറിയ സംശയം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ ഒരു സറണ്ടറിങ്ങിന് തടസ്സമാകും, സമർപ്പണത്തിന് തടസ്സമാകും. ഓക്കെ, ഇത് ഒരു റോക്കറ്റാണ്. റോക്കറ്റ് എങ്ങോട്ടോ കുതിക്കുന്ന ഒരു റോക്കറ്റാണ്. 65-80 വർഷം കഷ്ടപ്പെട്ട് ജീവിച്ച് മരിച്ചാലും സ്വസ്ഥത കിട്ടൂലാത്തൊരു സ്ഥലത്ത് നിന്നും ഒരു പ്രത്യേക ബൈപ്പാസ് വേയിലൂടെ കുതിക്കുന്ന റോക്കറ്റാണിത്. ആ റോക്കറ്റിൽ കയറി ഇരിക്കുകയാണ് നിങ്ങൾ. എങ്ങോടാ പോണേന്ന് എന്നാന്നൊന്നും അറിയാൻ പാടില്ല അല്ലെ. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് എന്താ ശരിക്കും നിങ്ങൾക്ക് ആർക്കൊക്കെ ഓർമ്മയുണ്ടോ? വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ വന്നാലും അതെന്തുകൊണ്ടാണ് വരുന്നത്? എന്തുകൊണ്ടാണ് സുഖം മാത്രം തരാതിരുന്നത്, ദുഃഖം കൂടി തന്നത്? അല്ലെ? ഞാൻ ഇന്നലെ ചർച്ച ചെയ്തത്. ഇതിനോടനുബന്ധിച്ച് വരുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇതിനോടനുബന്ധിച്ച് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ തെറ്റുകളിലുള്ള ഒരു കുറ്റബോധം. തെറ്റുകളിലുള്ള കുറ്റബോധം എന്ന് പറയുന്നത് നമ്മളെ ഇതിനോടനുബന്ധിച്ച് വരുന്നതാണ്. ഓക്കെ, ആരുടെ ബ്ലാക്ക് ബോർഡ് ഷെയർ ചെയ്ത്? തെറ്റുകളിലുള്ള കുറ്റബോധം. ശരി മാത്രമല്ല ഭൂമിയിൽ സംഭവിക്കുന്നത്, നല്ലത് മാത്രമല്ല സംഭവിക്കുന്നത്, നല്ലതും മോശവും സംഭവിക്കും. മോശം സംഭവിക്കുന്നതും വിഷമങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ ഒരു വഴിയിലേട്ട് ഒന്ന് പരുവപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലായി. അതുപോലെ തന്നെയുള്ള ഒരു വലിയ പ്രശ്നമാണ് തെറ്റുകളിലുള്ള കുറ്റബോധം.
തെറ്റ് ചെയ്യാൻ നേരത്തെ അത്ര കുറ്റബോധം ഉണ്ടാവില്ല. തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വല്ലാത്ത കുറ്റബോധമായിരിക്കും. അപ്പൊ തെറ്റല്ല യഥാർത്ഥ പ്രശ്നം, കുറ്റബോധമാണ് യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. തെറ്റല്ല, തെറ്റെപ്പോഴും പൊറുക്കാൻ, 1000 തവണ തെറ്റ് ചെയ്താലും പൊറുക്കാൻ റെഡി ആയിട്ടാണ് ഈശ്വരൻ, ദൈവം, സൃഷ്ടാവ് ഒക്കെ ഇരിക്കുന്നത്. സൃഷ്ടാവ് ഇരിക്കുന്നത് ഒക്കെ എന്നാൽ പറയണ്ട, ഒരാള്, എല്ലാവരും ഇരിക്കുന്നത് പുറത്തു തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ കുറ്റബോധമാണ് പൈശാചികമായ ബോധം. ഇനി ചില ആൾക്കാർക്കുണ്ട്, ഞാനിതെല്ലാം സമർപ്പിച്ചാൽ ഞാൻ പിന്നെ ഈ എന്റെ കുടുംബജീവിതമൊക്കെ വിട്ട് ഞാൻ പിന്നെ ഒരു വിശുദ്ധനായിട്ട് ഇങ്ങനെ ഇരിക്കണ്ടേ, എല്ലാം സറണ്ടർ ചെയ്ത് ദൈവത്തിന്. അവിടെയൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ കൺഫ്യൂഷൻസ് ആണ് ഓരോ ദിവസവും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സംശയം, നമ്മളിതെല്ലാം വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ചില ആൾക്കാർ പറയും, ഞാൻ അപ്പ ഹജ്ജിന് പോകണില്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ പോണുള്ളൂ. കാരണം ഈ മുസ്ലിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ തെറ്റൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. ഇവര് ഹജ്ജിന് പോണത് ഇങ്ങനെ വൈകിപ്പിക്കും. എന്റെ വയസ്സാകുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ലാതെ ആകുമ്പോഴായിരിക്കും ഹജ്ജിന് പോവുക. അതിന് ഇവര് കാരണമായിട്ട് പറഞ്ഞത്, ഹജ്ജ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തെറ്റൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. ഹജ്ജ് ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഇപ്പോ ഹജ്ജ് ഒക്കെ അത് നിങ്ങളുടെ കർത്തവ്യം, കടമ, നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സംഭവിക്കണം. അത് കഴിഞ്ഞ് തെറ്റ് ചെയ്യാൻ പാടില്ല എന്നല്ല പഠിപ്പിക്കുന്നത്. നിങ്ങൾ പരമാവധി എപ്പോഴും ജീവിതത്തിൽ തെറ്റിന്ന് ഒഴിഞ്ഞേക്കണം. പക്ഷെ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് അതിൽ നീറി ജീവിക്കാൻ പാടില്ല എന്നാണ് അതിൽ നിന്നൊക്കെ കിട്ടുന്ന പാഠം. നിങ്ങൾ പഠിക്കുന്നത് വേറെ രീതിയിലാണെന്ന് മാത്രമേ. നീറി ജീവിക്കാൻ പാടില്ല. നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ട്, ഞാൻ എല്ലാം സമർപ്പിച്ച്, എല്ലാം സറണ്ടർ ചെയ്ത് ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സാധാരണ ജീവിതം നയിക്കാൻ പറ്റുമോ? അല്ല, മനുഷ്യനല്ലേ, തെറ്റു വരൂലേ? പിന്നെ തെറ്റു വന്നാൽ അതിൽ തന്നെ ഇങ്ങനെ നീറി 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 ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു തെറ്റ് എന്നോ ഒരിക്കൽ ചെയ്തതിന്. ഈ രണ്ട് പ്രശ്നങ്ങൾ, അതായത് ഒന്ന് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നലാണ്, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ തന്നെ. അത് ഇന്നലെ ഞാൻ ക്ലിയർ ചെയ്തു. രണ്ടാമത്തത് ആണ് ഈ തെറ്റ് ചെയ്തതിൽ നീറുന്നത്. ഈ രണ്ടും നമ്മുടെ ആ സോൾ, നമ്മുടെ ആത്മാവ്, നമ്മുടെ മൈൻഡിന് പവർ വരാതിരിക്കാനുള്ള രണ്ട് പ്രധാന കാരണങ്ങളാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ തെറ്റ് സംഭവിക്കുന്ന മേഖല. ഇതാണ്. അവരെല്ലാത്തിനും വേണ്ടി വലിയ മൈൻഡ് പവർ ഉണ്ടാക്കാൻ വേണ്ടി പലതും അന്വേഷിച്ച് കിടക്കും. നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ട് പലതും ആകർഷിക്കാൻ പറ്റുന്നില്ല? നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളില്ലാതെ ഒരു തടസ്സം, നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ ഇപ്പൊ നിങ്ങൾ ഈ 45, 50, 55, 57, 58 ദിവസം ഇന്ന് ഈ 58 ദിവസവും തുടർച്ചയായി പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, അവരൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ഒരു തടസ്സങ്ങൾ ഉണ്ടാവില്ല. വളരെ പെട്ടെന്ന് അവരുടെ മുമ്പിലെ വഴികൾ തുറന്നു, എന്തിനു ട്രാഫിക് ബ്ലോക്ക് വരെ നിങ്ങളുടെ മുമ്പില് ഇപ്പൊ തുറന്നു വരുന്നുണ്ടാവും. അതായത് വലിയൊരു കുടുക്കിൽ നിങ്ങൾ പെടൂല, വലിയൊരു കുടുക്കിൽ പെടുന്നുണ്ടാവില്ല. പെട്ടെന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇനി നോട്ട് ചെയ്താൽ മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പല കാര്യങ്ങളിലും മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഈ മാറ്റങ്ങളുടെ കാരണം നിങ്ങൾ ഈ ഇത്തരം ചിന്തകളിൽ നിന്നും മോചനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പൊ അതിന് പൂർണ്ണമായിട്ടും മോചനം കിട്ടിയാൽ നിങ്ങൾ എവിടെയായിരിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ലെവലിലായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതി. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പൊ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് തെറ്റില്ലാത്തതല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ഒരു പൂർണ്ണമായ ഒരു ജീവിതം, അതായത് എല്ലാം അത് നമ്മളാണ് ആവശ്യപ്പെടുന്നത് നമ്മുടെ മക്കളോട്. നിങ്ങൾ എല്ലാം ക്ലിയർ ആയിക്കൊള്ളണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, ദീപക് സാർ ഇട്ടാണ്, എനിക്കിപ്പോ ട്രാഫിക് ബ്ലോക്കേ കിട്ടാറില്ല കണ്ടോ. അതാണ് പറഞ്ഞത്.
നമുക്ക് നമ്മുടെ ഉള്ളിൽ ദൈവാംശം, നമ്മുടെ ഉള്ളിൽ ഡിവൈനിറ്റി ഉണ്ട് എങ്കിലും നമ്മളാണ് ആവശ്യപ്പെടുന്നത് എല്ലാം കറക്റ്റ് ആയിരിക്കണം മക്കളോട്. അവിടെയാണ് നിങ്ങൾക്കൊക്കെ അബദ്ധം പറ്റണത്. ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല എല്ലാം കറക്റ്റ് ആകാൻ. പക്ഷെ നിങ്ങൾ വിശ്വസിച്ചു വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്, ഞാനത് മെൻഷൻ ചെയ്യുന്നില്ല ആരൊക്കെയാണെന്നുള്ളത്, കാരണം അതൊരു വലിയ കഥയാണ്, ഒരു വലിയ ഹിസ്റ്ററിയാണ്. അതിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വിവാദങ്ങൾക്ക് മറുപടി കൊടുക്കാൻ മാത്രമേ സമയം ഉണ്ടാവും. അങ്ങനെ കൊടുക്കുന്നവരുണ്ട്, അവര് കൊടുത്തോണ്ടിരിക്കട്ടെ. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ഒരു പിഴവും സംഭവിക്കാൻ പാടില്ല. നിങ്ങൾ പിഴവ് സംഭവിച്ചാൽ നിങ്ങളെ നരകത്തിലിട്ട് കരിച്ചു കളയും. നിങ്ങളെ ഏനാ ചിത്രഗുപ്തന്റെ ഇതിനകത്തിട്ടിട്ട് അതൊക്കെ കണക്കുകളൊക്കെ നോക്കിയിട്ട് ആകെ ഇല്ലായ്മപ്പെടുത്തി കളയും. ഇന്ന തെറ്റിന് ഇന്ന ശിക്ഷ, ഇന്ന തെറ്റിന് ഇന്ന ശിക്ഷ, ഇന്ന തെറ്റിന് ഇന്ന ശിക്ഷ, ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഞാൻ പറയുന്നു, ഈ വന്ന ആരും ധർമ്മ സംസ്ഥാപനത്തിനായി വന്ന ഒരാൾ പോലും ഒരാളെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അവരെത്ര സുന്ദരമായിട്ടാണ് ഇത് പറഞ്ഞു പോയത്. പക്ഷെ അതിനുശേഷം ചിലർ നിങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെ ആയിപ്പോയി. എല്ലാം പെർഫെക്റ്റ് ആയാലാണ് നിങ്ങൾക്ക് മോക്ഷം കിട്ടുള്ളൂ, എല്ലാം പെർഫെക്റ്റ് ആയാലാണ് നിങ്ങൾ ഒരു നല്ല മനുഷ്യനായി മാറുള്ളൂ, എല്ലാം പെർഫെക്റ്റ് ആവാൻ ഈ പറഞ്ഞു തരുന്നവന് പോലും പറ്റൂല. നിങ്ങളെ ഇത് പഠിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, ഒരുപാട് പേരുണ്ട്. ഒത്തിരി ആളുകളുണ്ട്, ഒരുപാട് വിഭാഗങ്ങളുണ്ട്, ഒരു എണ്ണിയാലൊടുങ്ങാത്ത ഗ്രൂപ്പ്സ് ഉണ്ട്. ഇവരെല്ലാം അവരോട് ചോദിക്കുക, നിങ്ങൾ 100% പെർഫെക്റ്റ് ആണോ? ഒരിക്കലും അല്ല, ഒരിക്കലും ആകാൻ കഴിയില്ല, ഒരിക്കലും ആകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സറണ്ടർ അഥവാ സമർപ്പണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് പൂർണ്ണമായിട്ടും പാപമില്ലായ്മയല്ല, അതൊരു തിരിച്ചുവരവാണ്, തിരിച്ചുവരവ്. സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതിപത്തിയാണ്, സമർപ്പണമാണ്, ഭക്തിയാണ്, യഥാർത്ഥ ഭക്തി. എന്ന് വെച്ച് ഒരിക്കലും നിങ്ങൾ തെറ്റ് ചെയ്യൂല എന്നല്ല, ഒരിക്കലും തെറ്റ് ചെയ്യൂല എന്നല്ല. നിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ, ജീവിതത്തിൽ എവിടെയെങ്കിലും തെറ്റ് പറ്റിയാൽ, നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് പോലെ, ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്നത് പോലെ നിങ്ങളുടെ മനസ്സാകുന്ന മറയ്ക്കുള്ളിൽ പോയി ഒളിച്ചിരിക്കൂല ഇന്നു മുതൽ. ഒരു തെറ്റ് നമുക്ക് സംഭവിച്ചു, അപ്പൊ തന്നെ പിന്നെ എന്നാ ചെയ്യണത്? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, തെറ്റ് ചെയ്യുമ്പോ അത്രയും പ്രശ്നം ഉണ്ടാവൂല. തെറ്റ് ചെയ്തതിന് ശേഷം ഒരു സാധനം നിങ്ങളുടെ ഉള്ളിലേക്ക് വരും, അവനാണ് ഏറ്റവും പ്രശ്നക്കാരൻ. അത് നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പശ്ചാത്താപമാണെന്ന്, ഒരിക്കലുമല്ല. അവനാണ് നെഗറ്റീവ് തോട്ട്സ്, അവനാണ് നെഗറ്റീവ് കോർ ബിലീഫ്സ്, അവനാണ് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ്, അവനാണ് പിശാച്, അവനാണ് സാത്താൻ, അവനാണ് ഇബ്ലീസ്, അവനാണ് ദുർഭൂതം. അവനിങ്ങ് വന്നിട്ട് പിന്നെ നമ്മളെ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. എടാ, നീ ഇതിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, നീ തെറ്റ് ചെയ്തു പോയി, നിനക്ക് നരകം കിട്ടും. ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിന്നും, ഡിവൈന്റെ കാരുണ്യത്തിൽ നിന്നും, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ കാരുണ്യത്തിൽ നിന്നും നിന്നെ അടർത്തി മാറ്റുന്ന നെഗറ്റീവ് തോട്ട്സ്, അവനാണ് പ്രശ്നക്കാരൻ. കൃത്യമായി മനസ്സിലാക്കിയോ? അല്ലാതെ നിങ്ങളുടെ തെറ്റല്ല പ്രശ്നം, അവനാണ് പ്രശ്നം. നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് മരിക്കുന്നത് വരെ നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. ആ വിഷമം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? മറുവശത്ത് നിങ്ങളുടെ ആത്മാവ് തളരും. കാരണം നിങ്ങളുടെ മനസ്സും ശരീരവും ഓൾറെഡി തളർന്നിരിക്കുകയാണ്.
നിങ്ങൾ ഒളിപ്പിക്കും, നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിട്ട് വീണ്ടും 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 അകത്തേട്ട് നിങ്ങളുടെ പുറത്ത് പിശാച് ഉണരും. എന്നിട്ട് നീറി 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 നിങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ അവൻ അനുവദിക്കൂല. എല്ലാ ചിന്തകളും വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് ചെയ്യാൻ തോന്നുമ്പോ തോന്നും, ശേ ഞാൻ അന്ന് ഇത് ചെയ്തല്ലോ, അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്തൊരു മണ്ടത്തരാണ്, എന്തൊരു മണ്ടത്തരാണ്. അത് ചില കാര്യങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് പുറത്ത് കിട്ടൂല എന്ന് വരെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചേക്കാണ്. ഒരിക്കലും അങ്ങനെ സംഭവമില്ല ഒരിടത്തും. ഞാൻ വേദങ്ങളായ വേദങ്ങളും ഗ്രന്ഥങ്ങളായ ഗ്രന്ഥങ്ങളും ഒക്കെ പരിശോധിച്ചു നോക്കി, എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. എവിടെയെങ്കിലും ആധികാരികമായിട്ടുള്ള കേട്ടോ, ആധികാരികമായിട്ടുള്ളത്. നിങ്ങളൊരു തെറ്റ് ചെയ്ത് മടങ്ങിയാൽ തീർന്നു. നിങ്ങൾ കൂടുതൽ ആഴത്തിൽ നിങ്ങൾ സമർപ്പിക്കുകയാണ്, അവിടെ സമർപ്പിക്കുകയാണ്. ഭഗവത്ഗീത പറയുന്നു, ഏറ്റവും പാപിയായ വ്യക്തി, ലോകത്തെ ഏറ്റവും പാപിയായ വ്യക്തി എന്നെ അവിഭാജ്യമായ ഭക്തിയോടെ ആരാധിച്ചാൽ അവൻ ശരിയായ പാതയിലായതിനാൽ അവനെ നീതിമാനാക്കി കണക്കാക്കണം. ഗീത 9-ാം അധ്യായത്തിൽ 30-ാം വാക്യം പറയും, പാപിയായ ഒരു മനുഷ്യൻ അവൻ ഇനി ആ തെറ്റ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് അവൻ ഭക്തിയോടെ ആരാധിച്ചു കഴിഞ്ഞാൽ അവനെ യഥാർത്ഥ നീതിമാനാക്കി കണക്കാക്കണമെങ്കിൽ ഒരിക്കലും തെറ്റു പറയാൻ പാടില്ല. മുഹമ്മദ് നബി പറഞ്ഞു, ആദമിന്റെ പുത്രന്മാരെല്ലാവരും എല്ലാ പുത്രന്മാരും തെറ്റുവരുത്തുന്നു, എല്ലാവരും. എന്നാൽ തെറ്റുകൾ ചെയ്യുന്നതിൽ ഏറ്റവും മികച്ചവൻ അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചിട്ട് അതിനെ വിട്ടുകളയുന്നതാണ്. ഒക്കെ തെറ്റുപറ്റി, സമ്മതിച്ചു, വിട്ടു, അവൻ ഏറ്റവും മികച്ചവനാണ്. പശ്ചാത്തപിച്ചു, കഴിഞ്ഞു, ഇറ്റ്സ് ഓവർ. അതിൽ നീറിപ്പുകയാൻ പാടില്ല. യോഹന്നാന്റെ സുവിശേഷത്തില് പറയുന്നുണ്ട്, പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ, അല്ലെ? പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. തീർന്നു, എല്ലാം കഴിഞ്ഞു. ആരും ഉണ്ടാവൂല എറിയാൻ, ഒരു മനുഷ്യൻ ഉണ്ടാവില്ല, ഒരു മനുഷ്യൻ. നിങ്ങൾ വിചാരിക്കും അവനൊക്കെ വിശുദ്ധനാണെന്ന്. പറയണ സാറും ഒന്നുമല്ലാന്ന്. എല്ലാ മനുഷ്യരും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയാൻ പറ്റൂല. ആരും എല്ലാവരുടെ തെറ്റ് പറഞ്ഞു നടക്കണ്ടാവും. നിങ്ങളുടെ തെറ്റെല്ലാം നിങ്ങൾ എല്ലാവരോടും പറയുമോ? ആരും പറയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, തെറ്റ് ചെയ്യുക എന്നുള്ളത് അത് മനുഷ്യൻ ചെയ്തു പോവും. നമ്മൾ സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ എല്ലാം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യൻ എന്നതിനെ നിഷേധിക്കുന്നതല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുക എന്നാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യും എന്ന് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ വിടുക. നമ്മളൊരിക്കലും ഒരു മാലാഖയായിട്ടല്ല നമ്മളെ സൃഷ്ടിച്ചത് ദൈവം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നീ ഇന്നത് മാത്രം ചെയ്യുന്ന ഒരാളായിട്ടല്ല നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ ഉയരും വീഴും ഇതൊക്കെ സംഭവിക്കും. നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് കുറ്റമല്ലാതാകാനല്ല, കുറ്റമല്ലാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇതെല്ലാം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഫീൽ, വീഴ്ചയും താഴ്ചയും ഉയർച്ചയും എല്ലാം എക്സ്പീരിയൻസ് ഇറ്റ്, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുക. ഈ തെറ്റ് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ അന്വേഷണം ആരംഭിക്കുന്നത്. നമ്മുടെ അന്വേഷണം, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഹൃദയത്തിന്റെ അന്വേഷണം ആരംഭിക്കുന്നത്.
അതുവരെ നമ്മൾ അന്വേഷിക്കൂല. തെറ്റ് സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ട വികാരവും അതാണ്. ഞാൻ എങ്ങോട്ടാണ് മടങ്ങേണ്ടത്? എനിക്ക് തെറ്റ് സംഭവിച്ചു പോയി, ഓക്കെ. എനിക്ക് വിഷമങ്ങൾ വന്നു, സങ്കടങ്ങൾ വന്നു, ബുദ്ധിമുട്ടുകളുണ്ട്, രോഗങ്ങളുണ്ട്. ഞാൻ എങ്ങോട്ട് തിരിയണം? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് മൈൻഡ് പവർ വേണം, മൈൻഡ് പവർ. ഞാൻ എന്ത് ചെയ്യണം എന്ന നിങ്ങളുടെ എല്ലാവരുടെയും, നിങ്ങൾ എത്ര വർഷമായി അന്വേഷിച്ചെടുക്കുന്നു, ആ അന്വേഷണം അതിന്റെ പൂർണ്ണത അത് എത്തിക്കുന്നത് ഇത്തരം കാര്യങ്ങളിലൂടെയാണ്. ദൈവം സത്യസന്ധത മാത്രമാണ് അന്വേഷിക്കുന്നത്, അല്ലാതെ നിങ്ങൾ ശരിയോ തെറ്റോ എന്നല്ല. സത്യസന്ധത, സത്യസന്ധത ദിവ്യകാരുണ്യത്തെ കണ്ടെത്തുമ്പോഴാണ് കീഴടങ്ങൽ. നിങ്ങളുടെ തെറ്റിൽ പോലും ഒരാഴത്തിലുള്ള സറണ്ടർ ജനിക്കും. ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഞാൻ ഇനി സറണ്ടർ ചെയ്യുന്നു. അവിടെയാണ് സമർപ്പണം ജനിക്കുന്നത്. നിങ്ങളുടെ തെറ്റിൽ നിന്നാണ് നിങ്ങളുടെ സമർപ്പണം ജനിക്കുന്നത്. നിങ്ങളുടെ വിഷമങ്ങളിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും, നിങ്ങളുടെ രോഗങ്ങളിൽ നിന്നും, നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്നും, നിങ്ങളുടെ പണത്തിന്റെ കഷ്ടപ്പാടുകളിൽ നിന്നുമാണ് നിങ്ങളുടെ സമർപ്പണം ജനിക്കുന്നത്. അതില്ലെങ്കിൽ ആര് സമർപ്പിക്കും? നിങ്ങളാകുന്ന സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന തീയാണത് തെറ്റുകൾ. അതുകൊണ്ട് അത് വൃത്തികെട്ടതല്ല. നിങ്ങളെ ശുദ്ധീകരിക്കണം. അവിടെ സ്വർണം തീയിൽ വെക്കുമ്പോൾ തീ വൃത്തികെട്ടതാണോ? അതിനെ ശുദ്ധീകരിക്കുകയാണ്. നിങ്ങളുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ സ്ഫുടം ചെയ്തെടുക്കുകയാണ്. സ്ഫുടം ചെയ്ത് മനസ്സിലാക്കണത്. മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാകുന്നത്. അത് വിലയേറിയതാണ്. നിങ്ങളൊരു തെറ്റ് അറിയാതെ ചെയ്തു പോയി, അല്ലെങ്കിൽ എന്തോ സാഹചര്യത്തിൽ ചെയ്തു പോയി, ആരെങ്കിലും അറിയാതെ വേദനിപ്പിച്ചു പോയി. അത് നിങ്ങളെ ശിക്ഷിക്കുകയല്ല, നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെ വിഷമിപ്പിക്കും. നിങ്ങളുടെ മനസ്സിലൊരു സങ്കടം തോന്നുമ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് സമർപ്പിക്കൂ. വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് സമർപ്പിക്കൂ. കൂടുതൽ ആത്മാർത്ഥമായി, സത്യസന്ധമായി സമർപ്പിക്കൂ. സത്യസന്ധമായി സറണ്ടർ ചെയ്യൂ. നിങ്ങൾ മനസ്സിലാക്കുക, പാത ഒരിക്കലും നേരെയല്ല. നിങ്ങൾ സ്ട്രെയിറ്റ് ആണ് പാത എന്ന് വിചാരിച്ച് പോയാൽ കിട്ടൂല. പാത സ്ട്രെയിറ്റ് ആണ്, പക്ഷെ അത് തകർന്നതാണ്, വളഞ്ഞതാണ്. നമ്മൾ ഇടറി വീഴുമ്പോഴെല്ലാം അത് നമ്മൾ പുനർനിർമ്മിക്കുകയാണ്. ആ പാത, നമ്മളൊരു പാതയിലാണ് പോകുന്നത്. നമ്മൾ ഇടറി വീഴുന്നതിന് പകരം, നമ്മൾ ഡിവൈനിൽ നിന്നും അകന്നു പോകുന്നതിന് പകരം നമ്മൾ അതിലേട്ട് വീഴുവാണ് വേണ്ടത്. അതിലേട്ട് വീഴുകയാണ്. സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറവുകൾ ഇല്ലാതിരിക്കുക എന്നല്ല, തെറ്റുകുറ്റങ്ങൾ ഇല്ലാതിരിക്കുക എന്നല്ല, വിഷമങ്ങൾ വരാതിരിക്കുക എന്നുള്ളതല്ല, എല്ലാം സന്തോഷമായി നടക്കുക എന്നുള്ളതല്ല. ആ പൂർണ്ണമായ വിശ്വാസത്തിന്റെ സാന്നിധ്യമാണ്. അതിനാൽ ഇനി മുതൽ നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോൾ, നിങ്ങൾ സമർപ്പിക്കുമ്പോൾ, നിങ്ങൾ അഭിനയിക്കുന്നത് നിർത്തുക. ഒരഭിനയം വേണ്ട. ദൈവത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക. ദൈവമേ, എനിക്ക് പണം തന്നെ, അത് തന്നെ, ഇത് തന്നെ എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വാധീനിക്കണ്ടെന്ന്. പൈസ കൊണ്ടുപോയിട്ടിട്ട് സ്വാധീനിക്കണ്ട. പൈസ കൊണ്ടുപോയിട്ട് സ്വാധീനിക്കാൻ ഇതാര്? അതല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണത്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം കുറച്ച് പൈസ കൊണ്ടുപോയിട്ടിട്ട്, അല്ലെങ്കിൽ ആ പ്രശ്നം വരുമ്പോ പോയി മാത്രം. ആ സ്വാധീനം ആവശ്യമില്ല. അത് നമ്മുടെ അഭിനയമാണ്. നമ്മൾ മനസ്സറിഞ്ഞ് സമർപ്പിക്കുക. അഭിനയം നിർത്തുക. വിശുദ്ധനാണ് എന്ന മുഖം മൂടി ഉപേക്ഷിക്കുക. ഞാൻ വിശുദ്ധനാണ് എന്ന മുഖം മൂടി അങ്ങ് ഉപേക്ഷിക്കുക. അതൊരു മുഖം മൂടി. അത് ഞാന് വലിയ പുള്ളിയാണ്, ഞാന് ഇതാണെന്നുള്ളത്.
ഒരു മുഖം മൂടിയാണത്. ആ മുഖം മൂടി അങ്ങ് ഉപേക്ഷിക്കുക. എത്തരം മുറിവുകളും മനുഷ്യന് സമർപ്പണത്തിന്റെ പാതയാണ്. എത്തരം മുറിവുകളും ഏതെല്ലാം, അത് തെറ്റുകളുടെ ആവാം, വേദനകളുടെ ആവാം, സങ്കടങ്ങളുടെ ആവാം, കഷ്ടപ്പാടുകളുടെ ആവാം, ബുദ്ധിമുട്ടുകളുടെ ആവാം. അതിൽ നിന്നെല്ലാം നമ്മള് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചവർക്ക് കിട്ടാത്ത സംതൃപ്തി കിട്ടാനുള്ള ഒരു വഴിയാണ്, ഒരു വഴി. ആയിരക്കണക്കിന് കാറുകൾ, കോടിക്കണക്കിന് രൂപ, എല്ലാ സമ്പാദ്യങ്ങളും, കാണുന്നതെല്ലാം, വേണമെന്ന് തോന്നുന്നതെല്ലാം കിട്ടുന്നവന് കിട്ടാത്ത ഒരു സുഖം, അത് കിട്ടാൻ ഇതൊന്നും വേണ്ട. നിങ്ങൾ തിരിച്ചറിവുണ്ടായാൽ മാത്രം മതി. തിരിച്ചറിഞ്ഞുണ്ടായാൽ മതി. ജീവിതകാലം മുഴുവൻ ജീവിതകാലം മുഴുവൻ വിശുദ്ധനായി ജീവിച്ചവനേക്കാൾ മികച്ചവനാണ് ഒരു നേരമെങ്കിലും ചെയ്ത തെറ്റിനെ ഓർത്തൊന്ന് കരഞ്ഞവൻ. മറ്റവൻ ഉള്ളിൽ വിശ്വസിക്കുകയാണ്, ഞാൻ ഭയങ്കര പുള്ളിയാണ്, ഞാനെല്ലാം ശരിയാണ്. ഇവനൊരായിരം തെറ്റ് ചെയ്യുന്നുണ്ടാവും, അവൻ അറിയണ്ടാവൂല. അവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവന്റെ മനസ്സൊന്ന് വിഷമിച്ചിട്ടും ഉണ്ടാവൂല. അതിനേക്കാൾ എത്രയോ മഹാന്മാരാണ് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ എല്ലാരും. നിങ്ങളെല്ലാരും, എല്ലാ ആത്മാക്കളും നിങ്ങൾ വിഷമിച്ചിട്ടുള്ളവരാണ്, സങ്കടപ്പെട്ടിട്ടുള്ളവരാണ്, ബുദ്ധിമുട്ടിയിട്ടുള്ളവരാണ്. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ കരഞ്ഞിട്ടുള്ളവരാണ്. യു ആർ ഗ്രേറ്റ്. യു ആർ ഗ്രേറ്റ്. നിങ്ങളാണ് യഥാർത്ഥ ശക്തി. നിങ്ങളാണ് യഥാർത്ഥ പവർ. നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങൾ ആരാണ്. ജീവിതകാലം മുഴുവൻ 1000 തവണ പ്രതിജ്ഞ ലംഘിച്ചാലും തിരിച്ചു വരൂ, വീണ്ടും വരൂ എന്നാണ് ദിവൈൻ പറയുന്നത്. 1000 തവണ പ്രതിജ്ഞ ലംഘിച്ചാലും. അതിനാൽ നിങ്ങൾ ഒരിക്കലും സമർപ്പണത്തിന് വേണ്ടി പൂർണ്ണമായും പൂർണ്ണതയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. കുമ്പിടാൻ വേണ്ടി, നിങ്ങളെല്ലാം സമർപ്പിക്കാൻ വേണ്ടി പൂർണ്ണമായിട്ട് പാപരഹിതരാകുന്നവരെ, ഞാൻ തെറ്റെല്ലാം ചെയ്യാതിരിക്കട്ടെ എന്നിട്ട് ഞാൻ സമർപ്പിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അവിടെ നമുക്ക് ഈ ഒരു ഫീൽ, നമ്മുടെ ആ ഒരു 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 ഫ്രൂട്ട് ഉണ്ട്, അത് കിട്ടാതെ വരും. ഇപ്പോ ഈ സെക്കൻഡിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കരയുക. തീർന്നു. അതോടുകൂടി അറിയുക, നിങ്ങൾ ചെയ്ത മുഴുവൻ പാപവും പൊറുക്കപ്പെട്ടു. മുഴുവൻ പാപവും. മനസ്സിൽ എന്തെങ്കിലും അങ്ങനെ വച്ചുകൊണ്ട് എന്ത് ലോ ഓഫ് അട്രാക്ഷനും, എന്ത് NLPയും, എന്ത് EFTയും നിങ്ങൾ ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഞാനിത് ഒരു ഹീലിങ്ങിനെയും ഒരു വിഭാഗത്തെയും ഞാൻ തള്ളി പറയുന്നല്ല. ഞാനും പഠിപ്പിക്കുന്നുണ്ട് അതെല്ലാം. പൈസ മേടിച്ച് 5000, 10000, 20,000 ഒക്കെ മേടിച്ചിട്ട് അത് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അത് ചെയ്യുന്ന ആളുകളും ഇതിനകത്ത് കാണും. ഞാൻ അതിനൊന്നും തള്ളി പറയുന്നല്ല. പക്ഷെ അതെല്ലാം വർക്കൗട്ട് ആകണമെന്നുണ്ടെങ്കിൽ ഈ പാത ശരിയാക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും വർക്കൗട്ട് ആവില്ല. ശാശ്വതമായ സമാധാനം കിട്ടൂല. എന്നാൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഇത് കിട്ടും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പോയി. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ലോങ്, നിങ്ങളുടെ മരണം വരെയും മരണത്തിന് ശേഷവും അമൃത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വഴി തന്നെ ശരിയാക്കണം. അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ മൈൻഡ് പവർ വരുന്നത്. അവിടെയാണ് ഈ ലോകത്തിന് മുന്നിൽ ബിയോണ്ട് ദ ലിമിറ്റ്സ്, ബിയോണ്ട് ദ യൂണിവേഴ്സ്, അവിടെയാണ് നിങ്ങളുടെ ശക്തി.
പുറത്തു വരുന്നത് അവിടെയാണ്. അവിടെ മാത്രമാണ് നിങ്ങൾക്ക് ആ ശക്തി ഉണ്ടാവുക, വേറൊരു സ്ഥലത്തും ഉണ്ടാവില്ല. വേറെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഉണ്ടാവില്ല. കാരണം അതെല്ലാം നൈമിഷികമാണ്. ഇത് ശാശ്വതമാണ്, ശാശ്വതം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാപം ചെയ്താൽ, ഒരു തെറ്റ് ചെയ്താൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ, നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരിലേട്ട്, സൃഷ്ടാവിലേട്ട്, യൂണിവേഴ്സിലേട്ട്, എങ്ങനെ അള്ളാഹുവിലേട്ട് നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, അങ്ങോട്ട് മടങ്ങുന്നത് നിങ്ങളുടെ പൂർണ്ണതയല്ല, നിങ്ങളുടെ ആത്മാർത്ഥത മാത്രമാണ്. 100 തവണ പാപം ചെയ്തവൻ, 100 തവണ പാപം ചെയ്ത് മടങ്ങിയവൻ, ഞാൻ ഇപ്പൊ തന്നെ വിശുദ്ധനാണ് എന്ന് കരുതി ഒരിക്കലും കരയാത്തവനേക്കാൾ കൂടുതൽ ദൈവത്തോട് അടുക്കുന്നവൻ, കൂടുതൽ ദൈവത്തോട് അടുക്കുന്നവൻ. നിങ്ങൾ ഓരോരുത്തരും, ഓരോ ആത്മാക്കൾ, ഇവിടെ ഇരിക്കുന്ന എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഓരോ മനുഷ്യൻ, ആരുമായിക്കൊള്ളട്ടെ, എനിക്കത് വിഷയമല്ല. നിങ്ങളാണ് ഏറ്റവും വിശുദ്ധന്മാർ, ഏറ്റവും വിശുദ്ധന്മാർ. 100 തവണ പാപം ചെയ്ത് മടങ്ങിയവൻ താൻ ഇതിനകം തന്നെ വിശുദ്ധനാണ് എന്ന് കരുതി മസിൽ പിടിച്ചിരിക്കുന്നവനേക്കാൾ, ഇന്ന് വരെ കരയാത്തവനേക്കാൾ ഉള്ളിൽ കരഞ്ഞ നിങ്ങളാണ് ദൈവത്തോട് കൂടുതൽ അടുത്തിട്ടുള്ളത്, ഈശ്വരനോട് കൂടുതൽ അടുത്തിട്ടുള്ളത്, അള്ളാഹുവിനോട് കൂടുതൽ അടുത്തിട്ടുള്ളത്. അതിനാൽ മുന്നോട്ട് പോവുക. നിങ്ങള് പൂർണ്ണമായ സമർപ്പണം ചെയ്യുക, പൂർണ്ണമായ സമർപ്പണം. സ്നേഹത്തോട് കൂടിയിട്ടുള്ള സമർപ്പണം. അഭിനയിക്കരുത് അവിടെ. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കണം. ഈ പ്രോസസ് എന്താണ് സാർ ഇതിനകത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് എന്നാണ് മനസ്സിലാവാത്തതെന്ന് പറയണം. അപ്പൊ മാത്രം ഞാൻ പറഞ്ഞു തരും എന്താണ് നിങ്ങൾക്ക് ഇതിനകത്ത് നടക്കുന്നത് എന്ന്. നിങ്ങൾക്ക് സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യണം എല്ലാ സംശയവും, എന്നിട്ടിരിക്കണം. അല്ലാതെ ഗുരുവിൽ വിശ്വസിക്കാൻ പറയുമ്പോ ഗുരുവിൽ വിശ്വസിച്ചു എന്നല്ല പറയുന്നത്. ഇതൊരു പരമ്പരയായി വരുന്നതാണ് ഈ അഴിവ്. ആർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും, ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യം ലോകത്ത് ആർക്ക് സിദ്ധിച്ചിട്ടുണ്ടെങ്കിലും, ആർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും, ഇത് ബൈ റൂട്ട് അല്ലാതെ കിട്ടൂല. ആരെങ്കിലും വഴിയല്ലാതെ ഇത് കിട്ടൂല. സോ അത് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ. ഒരു ഗ്രാമത്തിൽ ഒരു സന്യാസി ജീവിച്ചിരുന്ന ഒരു ബാബ, വളരെ വിശുദ്ധനായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു ബാബ. ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഒരു യുവാവ് വന്നു. ആ യുവാവ് പറഞ്ഞു, മുട്ടുകുത്തി ആ ബാബയുടെ മുമ്പിൽ വീണ്ടും പറഞ്ഞു, ഞാൻ എല്ലാ തെറ്റും ചെയ്തു പോയി. പല തവണ ഞാൻ തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും 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 ലംഘിച്ചു. ഞാൻ ശുദ്ധിയായി വിശുദ്ധനായി ജീവിക്കുമെന്നും സമർപ്പിക്കുമെന്നും സേവനം ചെയ്യുമെന്നും ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞു നോക്കി. പക്ഷെ ഓരോ തവണയും ഞാൻ പഴയ ശീലങ്ങളിലേക്ക് മടങ്ങുന്നവനായി, ഞാൻ എന്നെ തന്നെ വഞ്ചിച്ചവനായി. ഇനി എനിക്ക് രക്ഷയില്ല, എനിക്ക് മോക്ഷം കിട്ടൂല, മോക്ഷമില്ല എനിക്ക്, ഞാൻ നരകത്തിലേക്ക് പോയ ഒരു നരകവാസിയാണ് ഞാൻ. ദൈവത്തിന് ഇനി എന്നെ ഇങ്ങനെ സേവിക്കാൻ പറ്റുമോ? ഈ സന്യാസി ഒന്നും പറഞ്ഞില്ല. അവിടെ ഇരിക്കുന്ന പാത്രം നീ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അകത്ത് ആ കുടിലൊരു പാത്രം ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പാത്രം എടുത്തോണ്ട് വന്നു. ഒരു പാത്രം, അതിൽ കുറെ സ്വർണത്തിന്റെ വരകളുണ്ട്. സ്വർണ്ണ നിറത്തിലുള്ള വരകൾ ഉള്ള ഒരു പാത്രം. ആ സന്യാസി ആ യുവാവിനോട് പറഞ്ഞു, നീ പാത്രം കണ്ടോ? ഈ പാത്രം പൊട്ടിത്തകർന്നു പോയതാണ്, പൊട്ടിത്തകർന്നു. അതിനുശേഷം ഞാൻ അതിനെ ചേർത്ത് വച്ചിട്ട് ഞാൻ ഇതിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, ഇതിലാണ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുടിക്കുന്നത്, എല്ലാം ചെയ്യുന്നത്. ഇത് തകർന്നു പോയതാണ് ഈ പാത്രം. ആ പാത്രത്തിലെ സ്വർണ്ണ വരകൾ കണ്ടോ? ഞാൻ ആ പാത്രം പൊട്ടിയിട്ട് ഞാനത് വലിച്ചെറിഞ്ഞില്ല. അതില് ഉരുക്കിയ സ്വർണം ഉപയോഗിച്ച വിള്ളൽ ഉപയോഗിച്ച് അതിനെ അടച്ചു വെച്ചു. ഇത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരെ തകർന്നു പോയത് തകരൂല. അതിൽ സ്വർണം ഉരുക്കി ഒഴിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നീ പാപം ചെയ്തുകൊണ്ട് ഒരിക്കലും തകർന്നു പോകൂല. ആ പാപം ചെയ്യുന്നില്ല, നിനക്ക് കൃപയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവനിലേക്ക് നിനക്ക് തിരിച്ചു പോകാൻ കഴിയും. ഓരോ തവണയും
ഓരോ തിരിച്ചുവരവും നിന്റെ ആത്മാവിനെ കൂടുതൽ കൂടുതൽ സ്വർണമാക്കിയിരിക്കുകയാണ്. ആ അന്വേഷണമാണ് നിന്നെ ഇവിടെ പോലും എത്തിച്ചിരിക്കുന്നത്. ആ അന്വേഷണമാണ് നിന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. നീ മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത്. എല്ലാ മൈൻഡ് പവറും ഇതിൽ നിന്ന് കിട്ടും. എല്ലാ മൈൻഡ് പവറും സയന്റിഫിക്കലി. നിങ്ങൾ സയൻസ് സംസാരിച്ചോ, ഞാൻ സയൻസിൽ പറയാം. നിങ്ങൾ സൈക്കോളജി സംസാരിച്ചോ, ഞാൻ സൈക്കോളജിയിൽ പറയാം. നിങ്ങൾ മതം പറഞ്ഞോ, ഞാൻ മതത്തിൽ പറയാം. നിങ്ങൾ ലോകത്തുള്ള എന്തും കൊണ്ടുവരെ, ഏത് പ്രത്യയശാസ്ത്രവും കൊണ്ടുവരെ, അതിൽ നമുക്ക് സംസാരിക്കാം. ബട്ട് ദിസ് ഈസ് ദ ഓൺലി വേ. ഇത് മാത്രമേ ഒറ്റ വഴിയുള്ളൂ. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ, നിങ്ങളുടെ മൈൻഡിനെ ശക്തിപ്പെടുത്താൻ, നിങ്ങൾ ആരും കുറ്റമറ്റതല്ല എന്ന് മനസ്സിലാക്കാൻ, അതിനാണ് നിങ്ങൾ ദിവ്യനാകുന്നത്. നിങ്ങൾ ദിവ്യനായി മാറുന്നത് നിങ്ങൾ കുറ്റമറ്റതല്ല എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നതിലൂടെയാണ്. ഓരോ തിരിച്ചുവരവും നിങ്ങളെ വിലപ്പെട്ടവരാക്കുകയാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ ഒരു ദിവ്യനായി മാറുന്നത്. അല്ലാതെ നിങ്ങൾ കുറെ തലയെക്കെട്ടും കെട്ടി, നിങ്ങൾ കുറെ കാവ്യം പുതച്ച്, ഒരു കൊന്തയും കയ്യിൽ പിടിച്ചോണ്ട് നടന്നാലൊന്നും ദിവ്യനാവൂല. തിരിച്ചറിവ്, അവബോധം. അതിനാൽ നിങ്ങളൊരു തകർച്ച പറ്റി, ഒരു തെറ്റുപറ്റി, നിങ്ങളത് ഉള്ളിൽ ഒളിച്ചു വെക്കാൻ ശ്രമിക്കരുത്. ഒളിച്ചു വെച്ചിട്ട് നടിക്കരുത്. നിങ്ങളത് അർപ്പിക്കുക പൂർണ്ണമായിട്ടും. ഞാൻ തെറ്റ് സംഭവിച്ചു പോയി, എനിക്ക് പുറത്ത് തന്നെ, നിന്റെ അടുത്തല്ലാതെ എനിക്ക് ആരോടും പറയാനില്ല. അത് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അട്രാക്ഷൻ എല്ലാം വർക്കാവും. എല്ലാ അട്രാക്ഷനുകളും നിങ്ങളിലേക്ക് വരും. എല്ലാ അട്രാക്ഷനും. നിങ്ങൾ ഇത് വച്ചുകൊണ്ട് തവിച്ച് ജീവിച്ചാൽ ഒന്നും നിങ്ങളിലേക്ക് വരില്ല. നിങ്ങൾക്ക് പല അസുഖങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെയാണ്, പല വിഷമങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെയാണ്, പല ഇമോഷണൽ ബ്ലോക്കേജുകൾ ഉണ്ടാകുന്ന അങ്ങനെയാണ്, സാമ്പത്തികപരമായ ബ്ലോക്കേജ് ഉണ്ടാകുന്ന അങ്ങനെയാണ്, ശാരീരികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെയാണ്, മാനസികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെയാണ്. ഇതെല്ലാം കൂടി അവിടെ അടക്കി വെച്ചുകൊണ്ടിരുന്നിട്ടാണ് എന്നിട്ട് ഒളിച്ചിരിക്കുകയാണ് എവിടെയോ പോയി. ഇത്രയും ശക്തിയുള്ള മനുഷ്യൻ, ഇത്രയും ശക്തിയുള്ളവൻ. ഓക്കെ, ഗെറ്റ് റെഡി. നമുക്ക് പ്രോസസ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 300 പേര് തികയാൻ പോകണം അല്ലെ? വെരി ഗുഡ്. ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? യെസ്, ഉണ്ട്. ഓക്കെ, പെട്ടെന്ന് പറയാം, 1 മിനിറ്റും കൊണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതൊരു മതപരമായ ചടങ്ങോ നിങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ചടങ്ങോ ഒന്നുമല്ല. ജസ്റ്റ് നമ്മളൊരു ഏതാനും നിമിഷങ്ങൾ കണ്ണടച്ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വേറൊരു പ്രോസസ്സും ഇവിടെ ഇല്ല, വേറൊരു പരിപാടിയില്ല. അതിലൂടെ നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയും നിങ്ങളുടെ ആത്മാവിന്റെ പ്യൂരിഫിക്കേഷനും വർദ്ധിക്കുകയാണ്. ബാക്കി ഒരുപാട് ഇതിലിരിക്കുന്ന 90%, 95% ആളുകളും നേരത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരാണ്. സോ യെസ്, 300 കവർ ചെയ്തു. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇതൊരു പരസ്യം ചെയ്തിട്ട് ഇത്ര ആൾക്കാർ വന്നതല്ല, നിങ്ങൾ തന്നെ കൊണ്ടുവന്നാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഇത് അങ്ങനെയുള്ള ഒരു പ്രോസസ് അല്ല. ഞാന് 60ാമത്തെ ദിവസമാണ് 300 പ്രതീക്ഷിച്ചിരുന്നത്. നിങ്ങൾ 2 ദിവസം മുമ്പ് തന്നെ നിങ്ങൾ 300ലേക്ക് എത്തിച്ചു. യു ആർ ഗ്രേറ്റ്. എന്നേക്കാൾ പവറാണ് നിങ്ങൾക്ക്. നിങ്ങളത് മനസ്സിലാക്കും. എന്താ? എന്നേക്കാൾ പവറാണ്. ആ പവറിനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ള പണി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ചിലപ്പോ നിങ്ങൾ ഈ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ, ചിലർക്ക് 15 വർഷം, ചിലർക്ക് 5 വർഷം, ചിലർക്ക് 20 വർഷം, ചിലർക്ക് 30 വർഷം, ചിലർക്ക് 40 വർഷം ഉണ്ട്. അത്രയും നാളും തപിച്ച് ജീവിക്കണേക്കാളും സന്തോഷകരമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. മരണത്തിന് ശേഷവും നിങ്ങൾക്ക് സന്തോഷമായി. അതാണ് ഈ പ്രോഗ്രാമിന്റെ പരിപാടി, ഒരു യുണീക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ വേറെ പ്രോസസ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് കണ്ണടച്ചിരിക്കുക മാത്രമാണ്. ഈ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാം നമ്മൾ സമർപ്പിക്കുക. ആ സമയത്ത് നമ്മൾ ഒന്നും പിടിച്ചു വെക്കാതിരിക്കുക. നമ്മുടെ അഹങ്കാരം, ഞാൻ എന്നുള്ള ഭാവം, ഞാൻ എന്തൊക്കെയോ നേടിയതാണ്, എനിക്ക് എന്തൊക്കെ അറിയാം, ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാണ്, ഈ സാധനങ്ങളെല്ലാം എടുത്ത് എടുത്തിട്ട് പുറത്തിട്ട് വെക്കുക. നിങ്ങളുടെ ലോജിക്ക്, നിങ്ങളുടെ മിടുക്കുണ്ടല്ലോ, ആ മിടുക്ക് മാത്രം എടുത്തൊന്ന് പുറത്തിട്ട് വെക്കുക. അതാണ് എല്ലാ ഈഗോയുടെയും കാരണം. ആ ഈഗോ എടുത്തൊന്ന് പുറത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. കൈയിൽ ഒരു മുദ്രയും പിടിക്കണ്ട, ഒന്നും ചെയ്യണ്ട. കൈ വെറുതെ ഇങ്ങനെ വിടർത്തി പിടിച്ച് ഈ
മുകളിലിട്ട് നമ്മുടെ മടിയിലിട്ട് തൊടയിലിട്ട് വെക്കുക. ഒന്നൊന്നിന്റെ മുകളിൽ ഒന്നൊന്നും വെക്കേണ്ട. ജസ്റ്റ് ഓപ്പൺ ഈസ് ജസ്റ്റ് ഇങ്ങനെ വെക്കുക. ഓക്കെ, വെറുതെ ഇങ്ങനെ വെക്കുക. റെഡി?